നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ബീന വിജയൻ. ഇന്ന് നമുക്ക് മൾബറി പഴം കൊണ്ട് ഒരു ചട്നി ആയാലോ? അതെങ്ങനെയെന്ന് നോക്കാം. ഇന്ന് നമുക്കൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാമല്ലോ, മൾബറി ചെടിയാണ്. ഈ മൾബറി ഒരുപാട് വീടുകളിൽ പഴുത്ത് ചാടി വേസ്റ്റായി പോകുന്നുണ്ട്. അത് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി നല്ല ഒരു ചമ്മന്തി നമുക്കിത് വെച്ച് റെഡിയാക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങള് മൾബറി ഒരളവ് വേണം, അതുപോലെ തന്നെ കാന്താരി മുളക്, ചുമന്നുള്ളി, തേങ്ങ. തേങ്ങയുടെ അളവൊക്കെ ഇത്ര വേണം ഞാൻ പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇതിന്റെ പുളിയുടെ അനുസരിച്ചാണ് നമ്മളിവിടെ തേങ്ങ എടുക്കേണ്ടത്. തേങ്ങയും കാന്താരി മുളകും ഉള്ളിയൊക്കെ ഒരുവിധം അരിഞ്ഞതിന് ശേഷം അവസാനം ഇതിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. പിന്നീട് ഇതിനാവശ്യമായ ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ. ഇത് നല്ലൊരു ചമ്മന്തിയാണ്. ഈ ബെറീസിനൊക്കെ ഒരുപാട് പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. ഇത് ബെറീസിന്റെ വർഗത്തിൽപ്പെട്ടതാണ് ഈ മൾബറി ചെടിയും. ഒത്തിരി ചിലയിടങ്ങളിലൊക്കെ വളരെ വലുപ്പത്തിൽ കാണാറുണ്ട് ഇത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് നല്ലൊരു ചമ്മന്തി റെഡിയാക്കാം. മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു, അതിനുശേഷം ഈ കാന്താരി മുളക് ഇട്ടു, പിന്നീട് ഉള്ളികള്, അതിനുശേഷം ഇതിന് ആവശ്യമായ ഉപ്പും ഇട്ട് നമ്മളിത് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇട്ടാൽ മതി. നമ്മുടെ തേങ്ങയും ഉള്ളിയും കാന്താരി മുളകും ഒക്കെ ഒരുവിധം അരിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മൾബറി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സിയിൽ അരച്ചു. അതിനുശേഷം ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊഴിക്കാം. അതാ നല്ലൊരു ചമ്മന്തി ആയിട്ടുണ്ട്. എത്രമാത്രം മൾബറിയാ ഓരോ വീടുകളിലും പോകുന്നത്. മൾബറി ഉള്ള വീടുകളിലുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ നല്ല ബെറീസിന്റെ ഒക്കെ നല്ല ഔഷധ ഗുണങ്ങളും ഉണ്ടല്ലോ. എല്ലാവരും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ വളരെ എളുപ്പത്തില് നല്ലൊരു മൾബറി ചട്നി റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് അവൈലബിൾ അല്ല എന്നറിയാം. എന്നാലും കിട്ടുകയാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.